എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജോമെട്രിക്കൽ ചാർട്ടാണ്. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ മാത്സ് ക്ലബിൻ്റെ കീഴിൽ ശാസ്ത്രമേള നടക്കുന്നുണ്ട്. ഞാൻ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിസ് ക്ലബിൻ്റെ കീഴിലുള്ള സ്റ്റീൽ മോഡലിലാണ് പങ്കെടുത്തത്. അത് ഭൂമിൻ്റെ അന്തരീക്ഷ പാതകളെ കുറിച്ചിട്ടായിരുന്നു. നാളെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നെ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് ശാസ്ത്രമേളയിൽ ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ ചാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടീച്ചർ നാളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തർ ഓരോ ചാർട്ട് വീതം വരച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടില്ലേ ഗൈസ്, ഞാൻ ഈ രാത്രി മുഴുവനാക്കാനാണ് വിചാരിക്കുന്നത്. ഇത് ഇനിയുണ്ട് ബാക്കി ചെയ്യാൻ, ഇനി ഞാൻ രാത്രി ചെയ്യും. അമ്മ പിന്നെ ഇതാ ചായക്ക് ഉണ്ണിയപ്പം ചൂടാണ്. അമ്മ വൈകുന്നേരം ചായക്കടിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. ഇവിടെ വീട്ടിലൊരു പഴക്കൊല പറ്റിയിരുന്നു, അപ്പം അമ്മ അത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണിത്. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സോഫ്റ്റ് ആണ്. ഇത് കണ്ടോ. ഇത് കണ്ടോ, മഴ പെയ്തപ്പോ സച്ചിന്റെ പണി മഴയത്ത് കളിക്കുകയാണ്. നല്ല മഴയാണ്. ഞാൻ ഈ കുറച്ചു നേരം മുന്നേ നനഞ്ഞിരുന്നു, ഇപ്പൊ കുറെ എടുത്തതാണ്. അക്കത്തേക്ക് തിരിച്ചെത്തിയിരുന്നു വന്നിരുന്നു. അപ്പൊ ഞാൻ വേഗം വണ്ടി കയറിയാണ്. പിന്നെ ഞാൻ കുറെ എടുത്ത് വീണ്ടും ഇറങ്ങി. ഇപ്പൊ ഇന്നെ വടി എടുത്ത് വായിപ്പിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് വായിപ്പി ഒന്ന് കറങ്ങിട്ട് വരാൻ ഇറങ്ങിയതാണ്. ഇന്ന് പിന്നെ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ സ്കൂളിൽ പോയി. ഞങ്ങളെ സ്കൂളിലും പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അമ്മേൻ്റെ സ്കൂളിലേക്കും പോയി. അമ്മേൻ്റെ സ്കൂളിലെ പരിപാടികളാണ് കാണുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ടൊക്കെ ഞാൻ വയ്ക്കാത്തത് എന്തെങ്കിലും കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ ഒരുപാട് സമരസേനാനികളുടെ വേഷപകർച്ച ഉണ്ടായിരുന്നു. ഇത് നോക്ക്, കുഞ്ഞു കുട്ടികളൊക്കെ സമരസേനാനികളായെന്ന് കാണാൻ നല്ല ഭംഗിയില്ലേ. കുട്ടികളുടെ വിവിധ പരിപാടി ഉണ്ടായതുകൊണ്ട് അത് കാണാൻ അവരുടെ രക്ഷിതാക്കളും വന്നിരുന്നു. പിന്നെ എല്ലാ ടീച്ചേഴ്സും സമരനായകന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ.